നമ്മളെ നാട്ടിലൊരു മരിപ്പുണ്ടായാൽ വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞിട്ട് തഹ്ലീൽ എഴുന്നതിന്റെ മുമ്പ് ഉസ്താദ് പറയും, ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും വസയ്യിനു അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ല. ജദ്ദിദു ഈമാനക്കും, നിങ്ങളുടെ ഈമാനെ നിങ്ങൾ പുതിയതാക്കുക. ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. പുതുതാകണ എല്ലാ സാധനവും പഴയതാവും. അപ്പോൾ ഈമാൻ പുതുതാകും, ഈമാൻ പഴയതാകും, ഈമാൻ കൂടും, ഈമാൻ കുറയും. ഈമാൻ കൂടുന്നതിനാണ് കാമിലായ ഈമാൻ എന്ന് പറയുന്നത്. ഈമാൻ കുറയുന്നതിനാണ് നാഖിസായ ഈമാൻ എന്ന് പറയുന്നത്. കാമിലായ ഈമാന്റെ ഉദാഹരണങ്ങളാണ് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു. അതിൽ ഒന്നാം സ്ഥാനം സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, രണ്ടാം സ്ഥാനം ഉമർ ബിനുൽ ഖത്താബ്, മൂന്നാം സ്ഥാനം ഉസ്മാൻ ബിൻ അഫ്ഫാൻ, നാലാം സ്ഥാനം അലി ഇബ്നു അബി താലിബ്. നമ്മളും ഷിയാക്കളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഇവിടെയാണ് കിടക്കുന്നത്. ഷിയാക്കൾ പറയുന്നത് ഒന്നാം സ്ഥാനം അലി റളിയല്ലാഹു അൻഹു, രണ്ടാം സ്ഥാനം അബൂബക്കർ സിദ്ദീഖ്, മൂന്നാം സ്ഥാനം ഉമർ ബിൻ ഖത്താബ്, നാലാം സ്ഥാനം ഉസ്മാൻ ബിൻ അഫ്ഫാൻ. നമ്മൾ പറയുന്നത് ഒന്നാം സ്ഥാനം അബൂബക്കർ സിദ്ദീഖ്, രണ്ടാം സ്ഥാനം ഉമർ ബിൻ ഖത്താബ്. അഫ്ളലുൽ ബശരി ബഅദൽ അംബിയാഇ അല തഹ്ഖീഖ് അമീറുൽ മുഅ്മിനീന സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്. അംബിയാക്കൾ കഴിഞ്ഞാൽ മനുഷ്യരിൽ ഒന്നാം സ്ഥാനത്തുള്ള ആൾ മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത എന്താ? മുഹമ്മദ് നബിയുടെ പ്രത്യേകത മനസ്സിലാക്കി എന്നതാണ് സിദ്ദീഖുൽ അക്ബറിന്റെ പ്രത്യേകത. ഉംറ കൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മറികടക്കാം, ഹജ്ജ് കൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മറികടക്കാം, സ്വതക്ക കൊടുത്തിട്ട് സിദ്ദീഖുൽ അക്ബറിനെ മറികടക്കാം. ഈമാൻ കൊണ്ട് മറികടക്കാൻ കഴിയൂല. എന്താ കാരണം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത മനസ്സിലാക്കി എന്നതാണ് കാമിലായി. അപ്പൊ ഈമാന്റെ കമാലിയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്രത്തോളം കൽബിൽ കൊണ്ടുനടക്കുന്നുണ്ട് അതാണ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ഈമാൻ നുക്സാനിയത്ത്. ഈമാൻ നുക്സാനിയത്തിലേക്ക് പോയാൽ ആദ്യം വരുന്നത് ബിദ്അത്ത്. ഫസ്റ്റ് വരുന്നത് ബിദ്അത്ത്. ആ ബിദ്അത്ത് പിന്നീട് ഇങ്ങനെ ഓരോന്നോരോന്നായി മാറും. യുക്തിവാദമാകും, നിരീശ്വരവാദമാകും, ലിബറലിസവാദവും സർവമത സത്യവാദമാകും, അത് ഷിർക്കാവും, അത് കുഫറാവും, അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതാണ് സംഗതി. അപ്പൊ കാമിലായ ഈമാൻ ജനങ്ങൾക്ക് കൊടുക്കാൻ നമുക്ക് കഴിയണം, നമ്മുടെ ഉമ്മത്തിന് കൊടുക്കാൻ നമുക്ക് കഴിയണം. നമ്മളൊരു മഹലിൽ ജോലി ചെയ്യാൻ, ആ മഹലിലെ നാട്ടുകാർക്ക് കൊടുക്കണം. ഒരു മദ്രസയിൽ ജോലി ചെയ്യാൻ, ഒരു മദ്രസയിൽ ഒരു കുട്ടി ചിലപ്പോൾ 5 കൊല്ലം പഠിക്കും, 7 കൊല്ലം പഠിക്കും, പരമാവധി പോയാൽ 10 കൊല്ലം പഠിക്കും. അപൂർവമായി കുട്ടികൾ 12 വർഷം പഠിക്കും. അതാണ് കഴിഞ്ഞു പോയാൽ മരിക്കണത് വരെ ആ കുട്ടിയുടെ ഈമാൻ ഇളകാതിരിക്കണമെങ്കിൽ മുത്തുനബിനെ എത്രത്തോളം ആ കുട്ടിയുടെ കൽബക്ക് കയറ്റി കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ചാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഈമാൻ പോണത് നമ്മൾ മനസ്സിലാക്കേണ്ട കുറെ ഘടകങ്ങളാണ്. ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ ഉണ്ടായേക്കാവുന്ന എല്ലാ സംശയങ്ങളും മുഹമ്മദ് നബിനെ കുറിച്ചായിരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ഓരോ സംശയങ്ങൾ ഉണ്ടാക്കുക. ആയിഷ ബീവിനെ കല്യാണം കഴിച്ചത് പ്രശ്നം, ഖദീജ ബീവിനെ കല്യാണം കഴിച്ചത് പ്രശ്നം, ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ 6ാമത്തെ വയസ്സിൽ നബി തങ്ങൾ കല്യാണം കഴിച്ചു. 9ാമത്തെ വയസ്സിൽ ഒന്നിച്ച് താമസിച്ചു. 1400 കൊല്ലം കഴിഞ്ഞിട്ട് കുറച്ച് ആൾക്കാർക്ക് തോന്നുകയാണ് എന്നാലും ആ പെൺകുട്ടിനെ കല്യാണം കഴിച്ചത് ശരിയായില്ല. ആയിഷ ബീവിക്ക് അങ്ങനെ അഭിപ്രായമില്ല. ഒരു ദിവസം നബിയും ഭാര്യമാരും സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഇരിക്കുകയാണ്. ചെറിയൊരു തർക്കം. ചെലവിന് തരുന്ന പൈസ പോരാന്നാണ് തർക്കം. ഇത്രയും തന്നാ പോരാ, കുറച്ചും കൂടി ചെലവിന് തരണം എന്നുള്ളതാണ്. ആ സംസാരം ഇങ്ങനെ മുറുകിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കയറി വന്നു. എന്താ നബി ഇവിടെ ഒരു ഒച്ചപ്പാട് എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഞാൻ ചെലവിന് കൊടുക്കണത് പോരാന്നാണ് ഓല അഭിപ്രായം എന്ന് പറഞ്ഞു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ചെലവിന് കൊടുക്കുന്നത് പോരാന്ന അഭിപ്രായമുള്ളവരൊക്കെ പൊയ്ക്കോട്ടെ, നിങ്ങൾക്കിവിടെ വേറെ കുറെ പെണ്ണുങ്ങളെ കിട്ടാണ്ട് പറഞ്ഞു. ആയിഷ ബീവി ഉടനെ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, പോണവരൊക്കെ പൊയ്ക്കോളി, ഞാൻ പോണില്ല പറഞ്ഞു. ആരെ ഈ പ്രശ്നം ഉണ്ടാക്കിയാള്? ആയിഷ ബീവി തന്നെ. ആയിഷ ബീവിക്ക് ചെറിയ പ്രായത്തിൽ നബി തങ്ങൾ കല്യാണം കഴിച്ചതിനാൽ ഞാൻ ആകെ ഇടങ്ങാറായി എന്ന അഭിപ്രായം ഇല്ലാന്ന്. ഇടങ്ങാറായി എന്ന അഭിപ്രായം ഉണ്ടാക്കുകയാണെങ്കിൽ അത് ആയിഷ ബീവിക്കല്ലേ വേണ്ടത്. ആയിഷ ബീവി ബാക്കിയുള്ള ഓരോ ദിവസം കൂടി എനിക്ക് കിട്ടുമെന്നാ നോക്കിയത്.
ആയിഷ ബി റളിയല്ലാഹു അൻഹ 2368 ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പല ഹദീസും 20 വർഷങ്ങൾക്ക് ശേഷമാണ്. അതായത് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് 20 വർഷങ്ങൾ കഴിഞ്ഞാണ് പല ഹദീസും റിപ്പോർട്ട് ചെയ്യുന്നത്. ആയിഷ ബിയോട് ചോദിച്ചു, എങ്ങനെ നബി തങ്ങളുടെ സ്വഭാവം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, കാന ഖുലുഖുഹു അൽ ഖുർആൻ. ഒരു ഭർത്താവ് മരിച്ചിട്ട് 20 വർഷത്തിന് ശേഷം ഭാര്യയുടെ അഭിപ്രായം എങ്ങനെയായിരിക്കുമെന്ന് നമ്മുടെ നാട്ടിലെ നാടൻ ഉദാഹരണങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ അതിലേക്ക് തട്ടിച്ചു നോക്കിയിട്ട് ആയിഷാബിയുടെ ഈ പ്രതികരണം വിലയിരുത്തിയാൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താവുമ്പോൾ ജീവിച്ചിരിപ്പുള്ള സ്വഭാവത്തിന്റെ 9 സർട്ടിഫിക്കറ്റാണ് 9 ഭാര്യമാർ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അങ്ങനെ എത്രത്തോളം നമ്മളെ കുട്ടികൾക്ക്, നമ്മളെ നാട്ടുകാർക്ക്, നമ്മളെ മഹല്ലത്തിലുള്ളവർക്ക്, നമ്മുടെ പ്രഭാഷണം കേൾക്കുന്നവർക്ക്, നമ്മുടെ ഖുതുബ കേൾക്കുന്നവർക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അതിനനുസരിച്ചാണ് ഈമാൻ. സംശയങ്ങൾ ഇങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ ഈയിടെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംശയമാണ്, ഒരിക്കൽ ഒരു ഈത്തപ്പനത്തോട്ടത്തിൽ നബി തങ്ങൾ ചെന്നു. ഞാനത് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ നബി തങ്ങൾ ഒരു ഈത്തപ്പനത്തോട്ടത്തിൽ ചെന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ ഈത്തപ്പനത്തോട്ടത്തിൽ സുന്ദരിയായ ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. നബി തങ്ങളെ കണ്ടപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, ഒരു ആട്ടിടയന്റെ കൂടെ ശയ്യയിൽ കിടക്കാൻ എനിക്ക് താല്പര്യമില്ല. ഈ വിവരമറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൂട്ട് വസ്ത്രം അവൾക്ക് വാങ്ങിക്കൊടുത്ത് വേഗം തിരിച്ചയക്കണമെന്ന് നിർദ്ദേശിച്ചു എന്നാണ്. ഇതിങ്ങനെ കേൾക്കുമ്പോ പടച്ചോനെ, അന്നത്തെ കാലത്തേറ്റ് എന്തേലും ഉണ്ടായോ നാവോ അല്ലാന്ന് തോന്നിയാൽ ഈമാന്റെ അഡ്രസ്സും ഫോൺ നമ്പറും പിൻകോഡും അപ്പൊ പോകും. മറുപടി പിന്നെ അടുത്ത ട്രെയിനിന് ടിക്കറ്റ് എടുത്ത് വരികയുള്ളൂ. അപ്പൊ അതിന് ഈമാൻ പോയിട്ടുണ്ടാവും. ലവലേശം സംശയം മുഹമ്മദ് നബിയിൽ വന്നാൽ ഉടനെ ഈമാൻ പോയിരിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇന്റെ നബിന്റെ അടുന്ന് അങ്ങനൊന്നും ഉണ്ടാവൂല എന്ന് പറയണ കൽബ് നമ്മളെ നാട്ടുകാർക്കും നമ്മളെ കുട്ടികൾക്കും നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അതാണ് ഈമാൻ. ഇന്റെ നബിൻ അവിടെയുള്ള സിദ്ദീഖുൽ അക്ബർ വിജയിച്ചത് റളിയല്ലാഹു അൻഹു മിഅ്റാജിന്റെ രാത്രി 7 ആകാശം കയറി വന്നിട്ട് ഇന്നലെ രാത്രി 7 ആകാശം പോയ അർശും കുർസും ഒക്കെ കണ്ട് അള്ളാഹുമായി സംസാരിച്ച് തിരിച്ചു വന്നിക്കാത്ര മുഹമ്മദ് എന്ന് അബൂജഹൽ കളിയാക്കി പറഞ്ഞപ്പോ സിദ്ദീഖുൽ അക്ബർ ഒരു ചോദ്യം ചോദിച്ചു, ഇതിന്റെ നബി പറഞ്ഞതാണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അബൂബക്കർ അത് വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പേരാണ് ഈമാൻ പറഞ്ഞ സാധനം. മുഹമ്മദ് നബിയോടുള്ള താല്പര്യം സല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്ലു സുന്നത്തി വൽ ജമാഅ മുറുകെ പിടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം എന്ന് പറയുന്നത് ഇതാണ്. ഈ സന്ദേശം എത്രത്തോളം നമുക്ക് ആളുകൾക്ക് നൽകാൻ കഴിയുന്നുണ്ടോ അതിനനുസരിച്ച് അവരുടെ ഈമാൻ ശരിയായി നിലനിൽക്കും. അതിൽ നിന്ന് എത്രത്തോളം അകലുന്നുണ്ടോ അതിനനുസരിച്ച് അവർ ഈമാനിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം മുഹമ്മദ് നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത എന്താണോ അതാണ് ദീനുൽ ഇസ്ലാമിന്റെ പ്രത്യേകത.